മച്ചനെ സുമേഷ് ആട്ടൻ ട്രാവലിൻ്റെ വരയിലൂടെ ഒരു യാത്ര പാർട്ട് 5 എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ആലപ്പുഴ ബോട്ട് ജെട്ടിയിലാണ്. ഇപ്പോൾ ബാക്കി വിശേഷങ്ങൾ പറയാൻ വണ്ടി ആദ്യം ഇതെവിടെ പാർക്ക് ചെയ്യണം, പേ പാർക്കാണ്. ഇവിടെ വന്നിട്ട് നമുക്ക് ഒരു സാധാരണ ചിലവിൽ ബോട്ടിൽ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബോട്ട് ജെട്ടി ഉണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ 40 രൂപയ്ക്കുള്ളൂ ടിക്കറ്റ്. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് പോകാം. ഇനി വണ്ടിയും കൊണ്ട് വരുന്നവരാണെങ്കിൽ നേരെ ഞാനിപ്പോൾ ബോട്ട് ജെട്ടി കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോയി, പുറകോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചുള്ളൂ, ഒരു 10-20 മീറ്റർ പോയി കഴിഞ്ഞാൽ പേ പാർക്ക് എന്ന് പറഞ്ഞൊരു ബൈക്കിനൊക്കെ 20 രൂപയാണ് പാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയി വണ്ടി സേഫായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് അടിപൊളിയായിട്ട് കുറേ കറങ്ങിയിട്ട് വരാം. ആ ബോട്ടിൽ തന്നെ തിരിച്ച് റിട്ടേൺ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ റിട്ടേണും വരാം. ഇതിൻ്റെ അപ്പുറത്ത് വേറെ സർവീസുകളുണ്ട് പ്രൈവറ്റ്, അവർ നല്ല ബോട്ടുകളാണ്, പക്ഷേ മണിക്കൂറിന് 500-600 അവർ മേടിക്കുക. അപ്പോൾ നമുക്ക് ഒരു നോർമൽ രീതിയിൽ പോകണമെങ്കിൽ ഇങ്ങനെയൊക്കെ പോയാൽ മതി. നമ്മുടെ ബഡ്ജറ്റ് ഒതുങ്ങിയ ഒരു യാത്ര ഇതാണ്. അതെ, പല്ലാവൂർ ദേവനാരായണൻ്റെ ഒക്കെ തൊട്ടടുത്ത്. അതെ, 1 കിലോമീറ്റർ ഉള്ളൂ. ഈ ഒരു വലിയൊരു ബോട്ട് തിരിക്കാനുള്ള കറക്റ്റ് ഗ്യാപ്പേ ഉള്ളൂ. മൂപ്പര് തിരിക്കുന്നത് നോക്കിയേ, ഇങ്ങനെയാണ് ഇവിടെ ബോട്ട് തിരിക്കുന്നത്. അപ്പോൾ ഈ ബോട്ട് സർവീസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ KSRTC സർവീസ് ചെയ്യുന്ന പോലെ. നിങ്ങൾ ആലപ്പുഴ എന്ന് പറഞ്ഞാൽ ലോവർ കുട്ടനാട്, അപ്പർ കുട്ടനാട്, അങ്ങനെ 2 ഇതുണ്ട്. ലോവർ കുട്ടനാട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിലും എന്താ പറയുക, കായലിൻ്റെ നിരപ്പിനെയും വെച്ച്, സമുദ്രനിരപ്പിനെയും വെച്ച് താഴെ കിടക്കുന്നൊരു സ്ഥലമാണ്. നമുക്ക് പോകുമ്പോൾ ശരിക്കും കാണാൻ പറ്റും. അപ്പോൾ അവിടെയൊക്കെ കൂടുതലും ഈ ബോട്ട് തന്നെയാണ്, തോണി അതുപോലുള്ള അതിൽ തന്നെയാണ്. അവരുടെ വണ്ടികളൊന്നുമില്ല, നമ്മൾ പോകുമ്പോൾ കാണാൻ പറ്റും ഓരോ വീട്ടിലും നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇത് കേരള സർക്കാരിൻ്റെ ഒരു ബോട്ട് സർവീസാണ്. അപ്പോൾ നമ്മുടെ ബോട്ട് യാത്ര തുടങ്ങി. ഞാനിപ്പോൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് മുകളിലാണ്, മുകളിലെ നിലയിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. കുറച്ച് വീഡിയോസും ഇതെല്ലാം നല്ലതുപോലെ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. ഇവിടെ ആണെങ്കിൽ ടിക്കറ്റിന് 60 രൂപയും, നിങ്ങളിപ്പോൾ താഴെയാണ് എടുക്കണമെന്ന് പറഞ്ഞാൽ ഒരു 23 രൂപയുള്ളൂ. യാത്ര എന്ന് പറയുന്നത് ഏകദേശം 1.25 മണിക്കൂറോളം എടുക്കും. നമ്മളിപ്പോൾ 10:45 പറഞ്ഞത്, പക്ഷേ 11 മണിക്കാണ് ഇപ്പോൾ ബോട്ട് സ്റ്റാർട്ടായിരിക്കുന്നത്. 12:15 നമ്മൾ കൈനകരി എത്തും. അവിടെ നിന്ന് ഡ്രൈവർമാർ ഭക്ഷണം കഴിക്കാൻ ഒരു 10-15 മിനിറ്റോളം എടുത്തതിന് ശേഷം വീണ്ടും റിട്ടേൺ വരും. അങ്ങനെ 1.25 മണിക്കൂർ അപ്പ് ആൻഡ് ഡൗൺ വെച്ചിട്ട് 2.5 മണിക്കൂർ നമുക്ക് ഈ ബോട്ടിൽ യാത്ര ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള യാത്രക്കാർക്ക് വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ നാട്ടിൽ പല ഭാഗത്തുള്ള ബൈക്കും കൊണ്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അതായത് ചുരുങ്ങിയ ചിലവിൽ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങളൊരു 2 പേരുണ്ടെങ്കിൽ ബൈക്കിൽ വരികയാണെന്നെങ്കിൽ അടിപൊളിയായിട്ട് വലിയ ചിലവില്ലാണ്ട് വരാം. നേരെ ഇതേപോലെ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ വന്നതിന് ശേഷം ആദ്യം വരുന്നതിന് മുമ്പ് വേണമെങ്കിൽ ആലപ്പുഴ ബീച്ചിൽ പോകാം, അല്ലെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം വേണമെങ്കിൽ അങ്ങനെ പോകാം. ഇവിടെ ആണെങ്കിൽ വണ്ടി അതുപോലെ 20 രൂപ കൊടുത്ത് പാർക്ക് ചെയ്തതിന് ശേഷം നേരെ വരിക. 10:15, 10:45 അതേപോലെ ഓരോ സ്ഥലത്തോട്ടുള്ള ബോട്ട് സർവീസ് ഉണ്ട്. 1.25 മണിക്കൂർ കൂടുതൽ 2 മണിക്കൂർ വരുന്ന ബോട്ട് സർവീസും ഉണ്ട്. അതെന്ന് പറയുന്നത് തുരുത്തി കൂടിയും അതുപോലെ തന്നെ വെമ്പനാട്ട് കായലിൽ ശരിക്കും വൈഡായിട്ടും പോകുന്ന ബോട്ട് സർവീസുകളാണ്. അപ്പോൾ നമുക്കങ്ങനെ പോകാനായിട്ട് സാധിക്കും. ഈ 23x2 ഏകദേശം 46 രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ലതുപോലെ കറങ്ങാം. പിന്നെ വരുന്ന വഴിയിലാണെങ്കിൽ നമ്മുടെ സ്മാരകമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കുമാരകോടിയിൽ ആശാൻ സ്മാരകമുണ്ട്, വയലാർ സ്മാരകമുണ്ട്. ഇതൊക്കെ നമ്മൾ ഈ പോകുന്ന റൂട്ടുകളിലാണ്. ശരിക്കും അന്വേഷിച്ചിട്ട് വരികയാണെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് നമുക്കൊരു 2 ദിവസം കൊണ്ട് തിരിച്ചു പോകാനായിട്ടും സാധിക്കും. ഈ ഒരു വ്ളോഗ്, ആലപ്പുഴ കുട്ടനാട് വ്ളോഗ് എങ്ങനെ എടുക്കണമെന്ന് പറഞ്ഞ് ആലോചിച്ചപ്പോൾ ഞാൻ മറ്റു പലരും ചെയ്യുന്നത് പോലെ എൻ്റെ ഫേസ് കുറേ നേരം കാട്ടി എന്തെങ്കിലുമൊക്കെ പറയുന്നതിനോട് എനിക്ക് വലിയൊരു യോജിപ്പ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതിലില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടനാട് ശരിക്കും കാണാനായിട്ടാണ് വന്നിരിക്കുന്നത്. കുട്ടനാട് നിങ്ങളെ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം, എന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. നമ്മുടെ റോഡിലൂടെയുള്ള നമ്മുടെ ജീവിതവും ഈ വെള്ളത്തിലൂടെയുള്ള ഇവരുടെ ജീവിതവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മൾ കരയിൽ കൂടെ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതെല്ലാം ഈ ഒരു വെള്ളത്തിലൂടെയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഈ കാഴ്ച കണ്ടോ? ഹൗസ് ബോട്ടിലോട്ട് സാധനങ്ങളുമായിട്ട് തോണിയിൽ വന്നൊരു ചേച്ചി. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ജീവിത രീതികൾ. അപ്പോൾ അതുപോലുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ കാണുന്നതെല്ലാം ഹൗസ് ബോട്ടുകൾ നിർത്തിയിട്ടിരിക്കുകയാണ്. ഈ ഹൗസ് ബോട്ട് എന്ന് പറയുന്നത് ഇന്നിപ്പോൾ കാലത്ത് നമ്മൾ ബുക്ക് ചെയ്ത് കാലത്ത് എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് അവരേതെങ്കിലും കായലിലെ നടുക്ക് കൊണ്ടുപോയി നിർത്തിയിട്ട് ഭക്ഷണമെല്ലാം തരും. കാലത്തും അതുപോലെ ഫുഡ് തരും. പിന്നെ വൈകുന്നേരം ഹൗസ് ബോട്ടുകൾ സ്റ്റേ ചെയ്യുന്നൊരു ഏരിയ ഉണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് സ്റ്റേ ചെയ്യിക്കും. ബോട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചാണ്, എന്നാൽ കുറച്ചും കൂടി നല്ലതുപോലെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ അപ്പോഴേക്കും അവിടെ വേറെ കുറച്ച് പഹയന്മാരായിരുന്നു. ഇതൊരു ഫാമിലി, യൂട്യൂബ് ഫാമിലിയാണ് കേട്ടോ. ഞങ്ങൾ പരിചയപ്പെട്ടു, നല്ലൊരു ഫാമിലി. ഇപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്താണ്. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി പറയുകയാണ്, നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഇവിടുത്തെ കാഴ്ചകൾ ഓരോന്നും കണ്ടു കഴിഞ്ഞാൽ മാത്രമേ കുട്ടനാട് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ. ഇതൊരു സ്റ്റോപ്പാണ്. പിന്നെ ഇവിടെയുള്ളവർ കുളിക്കുന്നതും അതുപോലെ തന്നെ അലക്കുന്നതും എല്ലാം ഈ കായലിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും, അപ്പുറത്ത് പാടങ്ങളാണ്. ആ പാടം എന്ന് പറയുന്നത്, നിൽക്കുന്ന നിലം എന്ന് പറയുന്നത് ഈ ഒരു നമ്മൾ കായലിൽ കൂടി പോകുമ്പോൾ ഈ ഒരു നിരപ്പിനെയും വെച്ച് താഴെയാണ് കിടക്കുന്നത്. അതുതന്നെ അമ്പലങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്, പള്ളികൾ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഓരോ വീട്ടിനും ഒരു ബോട്ട് അല്ലെങ്കിൽ ഒരു തോണി എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഓരോരുത്തരുടെയും. ഈ വലിയ വീടുകളിലൊന്നും തന്നെ നമുക്ക് വണ്ടി കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. ചില ഏരിയയിൽ പോകുമ്പോൾ അപ്പുറ സൈഡ് റോഡൊക്കെ ഉള്ളവിടെയൊക്കെ വണ്ടികളുണ്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റോപ്പിൽ ആ ബോട്ട് സർവീസ് ജീവനക്കാരൻ വണ്ടി നിർത്താൻ പോവുകയാണ്. ഇങ്ങനെയാണ് ബോട്ട് നിർത്തുന്നത് എന്നുള്ളത് നോക്കി നോക്കൂ. പതുക്കെ ആൾ കൊണ്ടുപോയി സൈഡാക്കി. സൈഡിൽ ബോട്ട് ഇടിച്ച് ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടി ടയറുകൾ അതുപോലെ മരത്തിൻ്റെ തൂണുകളൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ മുട്ടിയിട്ടാണ് ബോട്ട് നിൽക്കുക. പിന്നെ ഒരു ബോട്ടിൽ എന്ന് പറയുന്നത് ഞാൻ നോക്കുമ്പോൾ ഒരു 5 ജീവനക്കാരെയാണ് കാണാൻ കഴിഞ്ഞത്. 3 പേര് നീല ഷർട്ട് ഇട്ട്, അവരെയാണ് ഹെൽപ്പേഴ്സ് എന്ന് തോന്നുന്നു. എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. പിന്നെ മുന്നിൽ ഒരു ബോട്ട് ഡ്രൈവർ, അതുപോലെ തന്നെ ബാക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പുറകിലൊരു ചേട്ടൻ കൂടി ഇരിക്കുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട്. നമ്മളീ കാണുന്നതൊക്കെ കടകളും മറ്റുള്ള വില്ലേജ് ഓഫീസ് അതുപോലുള്ള സംഭവങ്ങളെല്ലാം ഈ സൈഡിലുണ്ട്. ഇവിടേക്കെല്ലാം തന്നെ ബോട്ടിൽ തന്നെ വരാൻ പറ്റുമായിരുന്നു. ഞാൻ കുറച്ച് മുമ്പ് പരിചയപ്പെടുത്തിയ യൂട്യൂബ് ഫാമിലി, ആ പുള്ളിക്കാരൻ എൻ്റെ തൊട്ട് പിറകിൽ നിന്ന് വീഡിയോസ് എടുക്കുന്ന കാഴ്ചയാണ് എൻ്റെ സ്ക്രീനിലൂടെ നിങ്ങൾ കാണുന്നത്. ഇത്തിരി കോസ്റ്റ്ലി ആയിട്ട് യാത്ര ചെയ്യുന്നുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇതുപോലെ നമുക്ക് ഹൗസ് ബോട്ടൊക്കെ എടുത്ത് 1, 2, 3 ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല സുഖിച്ച് യാത്ര ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. ഹയർ സെക്കൻഡറി സ്കൂൾ വരെ നമ്മൾ ഈ ഇതുപോലുള്ള യാത്രയിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടേക്കുള്ള കുട്ടികളെല്ലാം തന്നെ പോകുന്നത് ഇതുപോലുള്ള നമ്മുടെ സർക്കാരിൻ്റെ ബോട്ട് ജെട്ടിയിൽ നിന്നാണ്. ഇവർക്ക് ടിക്കറ്റ് ഇതിലും കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കറക്റ്റായിട്ട് എനിക്കറിയില്ല.
നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ഷോപ്പിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്, അഖിൽ ഷോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിലോട്ടുള്ള സാധനങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാം ഈ ബോട്ടിലും തോണിയിലും തന്നെയാണ്. അപ്പോൾ ഞാനൊരു കാഴ്ച കൊണ്ടു, ഗ്യാസൊക്കെ നമ്മുടെ ഇവിടെ ഗ്യാസ് സിലിണ്ടർ വലിയ വണ്ടിയിലല്ലേ വരുന്നത്, ഇവിടെ അതും സാധാരണ നമ്മുടെ നോർമൽ തോണിയിൽ അടുക്കി ഭംഗിയായിട്ടൊക്കെ വെച്ചിട്ടാണ് അവർ ഓരോ വീടുകളിലും കൊണ്ടുപോയി കൊടുക്കുന്നത്. എല്ലാം തോണിയിലാണ്. നമ്മൾ കാര്യങ്ങൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതെല്ലാം ഇവർ വെള്ളത്തിലൂടെയാണ് ചെയ്യുന്നത്. അതാണ് ഈ ആലപ്പുഴ ലോവർ കുട്ടനാട്ടിലെ പല ഭാഗങ്ങളുടെയും പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ വരുന്നതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് സ്റ്റോപ്പുകൾ കഴിഞ്ഞു, അടുത്തടുത്ത് തന്നെ ആയിട്ട് സ്റ്റോപ്പുകളുണ്ട് കേട്ടോ. ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് ഒരു സ്റ്റോപ്പാണെങ്കിൽ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡ്, ഇപ്പോൾ രണ്ട് കരയിലുമായിട്ട് ആളുകളുണ്ട്. അപ്പോൾ രണ്ട് ഭാഗത്തും നിരവധി ഇതുപോലെ സ്റ്റോപ്പുകളുണ്ട്. ഇവരിതിനെ എന്താണ് പേര് പറയുന്നതെന്ന് അറിയില്ല, ജെട്ടി എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. എല്ലാ സ്റ്റോപ്പിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുട്ടനാട്ടിൽ ആലപ്പുഴയിൽ ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇപ്പം എൻ്റെ തൊട്ട് പുറകിലിരിക്കുന്നൊരു ഗ്യാങ്ങിലെ പുള്ളി പറഞ്ഞത് ഇതാണ് കടലും കായലും കൂടിച്ചേരുന്നൊരു ഭാഗം എന്നാണ്. കാണുമ്പോൾ അതേപോലെയൊക്കെ തോന്നുന്നുണ്ട് നമുക്ക്, കാരണം ഒരു സൈഡ് എൻ്റൊന്നും കാണുന്നില്ല, അങ്ങനെയാണ് പോകുന്നുണ്ട്. നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ, നല്ലൊരു ഫീലാണ് ശരിക്കും പറഞ്ഞാൽ ഇതിവിടെ പോകുമ്പോൾ. അത് വന്ന് കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. വലിയ ചൂടില്ല, ഒരു ചെറിയ കാറ്റൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ബൈക്ക് പാർക്ക് ചെയ്യാൻ പോയപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ, ഒരു 65 വയസ്സുണ്ട്. അപ്പോൾ പുള്ളിയുടെ അടുത്ത് ഞാൻ മൊബൈലിൽ ചാർജ് ഇത്തിരി കുറവായത് കാരണം അവിടെ കുറച്ച് നേരം കുത്തിവെച്ച് സംസാരിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളിക്ക് 65 വയസ്സോളം ആയി. ഈ കഴിഞ്ഞ നമുക്ക് 2 പ്രളയങ്ങളുണ്ടായല്ലോ, ഇതുപോലൊരു പ്രളയം എന്ന് പറയുന്നത് പുള്ളിയുടെ ലൈഫിൽ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. പണ്ടപ്പോഴും ഉണ്ടായിരുന്നത്, അതും പുള്ളി ആ ഒരു 65 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ പുള്ളി അറിഞ്ഞിട്ടില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ കട്ടമംഗലം എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്, അതിൽ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കാണത്. തൊട്ടടുത്ത് കുറേ വീടുകൾ, ചില ഭാഗങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടമുണ്ടോ, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. കാരണം അവരുടെ വഴി എന്ന് പറഞ്ഞാൽ ചെറിയ ഈ കായലിൻ്റെ സൈഡിൽ കെട്ടിയിട്ടുള്ള തിട്ടില്ലേ, ആ ഒരു വീതിയേ ഉള്ളൂ. പിന്നെ ഒരു സെൻറ്റോളം ഗ്യാപ്പുള്ള സ്ഥലത്ത് അവർ വീട് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറകിൽ മൊത്തം നമ്മുടെ പാടെന്ന് പറയാൻ പറ്റില്ല, ചളിക്കുണ്ടാണ്. അവർക്ക് ഈ ഒരു തിട്ടി കൂടെ മാത്രമേ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. കുറേ ദൂരം നടന്നിട്ട് വേണം കുറച്ച് ഗ്യാപ്പുള്ളൊരു സ്ഥലത്ത് പോയി എത്താനായിട്ട്. വഴിയുമില്ല, അങ്ങനത്തെ കുറേ സ്ഥലങ്ങളുണ്ട്. പിന്നെ നാട്ടിൽ നമ്മുടെ ഓവർ ബ്രിഡ്ജ് പോലെ ഇവിടെ വെള്ളത്തിൻ്റെ മുകളിൽ കൂടിയിട്ടുള്ള പാലങ്ങളാണ് കൂടുതലും കാണാൻ കഴിഞ്ഞത്. മുമ്പ് ഞാൻ പറഞ്ഞ സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ അടുത്ത് ഞാൻ നാട്ടിൽ മഴയൊക്കെ വന്ന് നെൽപ്പാടങ്ങളൊക്കെ കതിരൊക്കെ മടങ്ങി വീണ് കിടക്കുന്ന അവസ്ഥയൊക്കെ പറഞ്ഞു. പുള്ളി ഇവിടെ പറഞ്ഞത് ഇവിടെ അവർക്ക് വെള്ളം കൂടുതൽ കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്, വെള്ളം കയറി നശിക്കുന്ന അവസ്ഥയാണ്. നമ്മുടെ നാട്ടിലെ പോലെ വെള്ളം കിട്ടാതെയുള്ള പ്രശ്നങ്ങൾ വരുന്നില്ല, വെള്ളം കയറിയിട്ടുള്ള പ്രശ്നങ്ങളാണ്. തണ്ണീർമുക്കം ബണ്ട് ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ ഒരു ഉപകാരമുള്ളൊരു സംഭവമാണ്. അത് നമുക്ക് നമ്മളിപ്പോൾ ഏതായാലും പോകുന്നില്ല, തിരിച്ച് റിട്ടേൺ വരുന്ന സമയത്ത് ആ വഴി പോയിട്ട് അത് നിങ്ങളെ കാണിച്ചു തരാം. തണ്ണീർമുക്കം ബണ്ട് ഈ കാണുന്നതൊരു ഹയർ സെക്കൻഡറി സ്കൂളാണ്, വലിയൊരു സ്കൂളാണ്. പ്രത്യേകിച്ച് ഇവിടെ റോഡുകളൊന്നും വലുതായിട്ടൊന്നും കാണുന്നില്ല. ബോട്ടിൽ തന്നെയാണ് കുട്ടികളൊക്കെ വരുന്നത്. ഇപ്പോൾ നമ്മുടെ ബോട്ട് നിർത്താനുള്ള സ്ഥലമെത്തി, കൈനകരി, ഇതാണ് എൻഡ്. ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഭക്ഷണം കഴിക്കണം. കുട്ടനാട് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട്, നമ്മൾ അകത്ത് കയറിയിട്ട് ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഏതായാലും നമുക്കൊന്ന് ഫുഡ് കഴിക്കാം. ഊണിന് 50 രൂപയാണ് പറഞ്ഞത്. പത്ത് മിനിറ്റ് ഗ്യാപ്പ് കിട്ടിയുള്ളൂ, അതിനുള്ളിൽ തന്നെ ഫുഡ് കഴിച്ചു. ഡ്രൈവർമാരും കയറി ബോട്ട് റിട്ടേൺ പോവുകയാണ്. ഇപ്പോൾ ഉണ്ട്, ഇതൊക്കെ എല്ലാം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. ഇവരെല്ലാം എന്തിനാണ് വരുന്നത്? ഞാൻ മുമ്പ് പറഞ്ഞില്ലേ ഗ്യാസ് എന്നത്.
പിന്നെ ഈ കാണുന്നത് പറയുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. ഒരുപാട് സിനിമകളുണ്ട്. അപ്പോൾ നമ്മളെ ഈ ഒരു വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി അടുത്തത് തുടർന്നുള്ള യാത്ര അടുത്ത പാർട്ടിൽ നമുക്ക് കാണാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.